underestimate the power of a common man. കുറച്ച് മണിക്കൂറുകളായി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗായിരിക്കും ഇത്. അതെ, ധ്രുവ് റാത്തേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത് യൂട്യൂബർ ധ്രുവ് റാത്തയാണ്. മോദി സർക്കാരിന്റെ വിജയത്തിന് തിളക്കം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിച്ചത് ധ്രുവ് റാത്തേ എന്നാണ് സൈബർ എടുത്ത സംസാരം. ഒപ്പം സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുത് എന്ന ധ്രുവ് റാത്തയുടെ പോസ്റ്റും ഇതിനോടകം വൈറലായി. ഉത്തർപ്രദേശ് അടക്കം ഹൃദയഭൂമിയിൽ BJPക്ക് അടിപതറിയതിൽ ധ്രുവിന്റെ വീഡിയോ വലിയ പങ്ക് വഹിച്ചെന്നും സാധാരണക്കാരുടെ നെഞ്ചിൽ കയറിക്കൂടിയത് ധ്രുവിന്റെ വാക്കുകളാണെന്നുമാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യ മുന്നണിയെ നിഷ്പ്രഭമാക്കി 400 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച ഉണ്ടാവണമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ അവകാശവാദം. എന്നാൽ അന്തിമ ഫലം പുറത്തു വന്നപ്പോൾ NDA സഖ്യം 200 സീറ്റിലേക്ക് ഒതുങ്ങിയെന്ന് മാത്രമല്ല, 100 കടക്കില്ലെന്ന് BJP പറഞ്ഞ ഇന്ത്യ സഖ്യം 235 സീറ്റിൽ ലീഡ് ചെയ്യുകയും ചെയ്തു. രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച മോദി സർക്കാരിനെ തുറന്നുകാട്ടിയ ധ്രുവ് റാത്തയുടെ വീഡിയോ മിനിറ്റുകൾക്കകം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു. 2024 ഫെബ്രുവരി 22-ന് ധ്രുവ് റാത്തേ പോസ്റ്റ് ചെയ്ത ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ എന്ന ഒരൊറ്റ വീഡിയോ കണ്ടത് കോടിക്കണക്കിന് ആളുകളായിരുന്നു. ശേഷം ഇതുവരെയുള്ള തുടർച്ചയായ ദിവസങ്ങളിലെ ട്വിറ്റർ ട്രെൻഡിങ്ങിൽ ഇത് ആദ്യ 10-ൽ ഇടം പിടിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങളല്ലാതെ കൃത്യസമയ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിച്ച് വിശകലനം ചെയ്യുന്ന രീതിയാണ് ധ്രുവിൻ്റേത്. മാസത്തിൽ 10-ൽ താഴെ വീഡിയോ മാത്രമാണ് ധ്രുവ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് പോലും ഇന്ത്യയുടെ മുഖ്യ വാർത്താ ചാനലുകളെക്കാൾ അധികം ഏകദേശം 20 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ധ്രുവിനുണ്ട്. കഴിഞ്ഞ വർഷത്തെ ടൈം മാഗസിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ കൂടിയാണ് ധ്രുവ്. 21.5 മില്യൺ പേരാണ് 29-കാരനായ ഹരിയാന സ്വദേശി ധ്രുവ് റാത്തയുടെ യൂട്യൂബിലെ ഫോളോവേഴ്സ്. മുൻപ് പറഞ്ഞതുപോലെ 2024 ഫെബ്രുവരി 22-ന് ഈസ് ഇന്ത്യ ബിക്കമിങ് എ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന ടൈറ്റിലിൽ ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ അതിവേഗം ട്രെൻഡിങ്ങിൽ കയറിയിരുന്നു. റഷ്യയുടെ വ്ളാഡിമിർ പുടിനോടും ഉത്തര കൊറിയയുടെ കിം ജോങ്ങിനോടുമാണ് നരേന്ദ്രമോദിയെ ധ്രുവ് താരതമ്യം ചെയ്തത്. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 16 മില്യൺ ആളുകൾ വരെ ധ്രുവിൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ധ്രുവിൻ്റെ വീഡിയോകൾ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാണ്. നേരത്തെയുള്ള കണക്കുകൾ പ്രകാരം ഇൻസ്റ്റഗ്രാമിൽ 4.5 കോടിയും യൂട്യൂബിൽ 5.5 കോടിയും റീച്ച് എത്തിയിട്ടുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളെക്കാൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതൽ റീച്ച് ലഭിക്കുന്നത് വാട്സപ്പിനാണ്. അതിനാലാകാം വാട്സപ്പ് ചാനലാണ് ഇനി മുതൽ ധ്രുവ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് അറിയിച്ചിരുന്നു. തമിഴ്, തെലുങ്ക്, ബംഗാളി, മറാത്തി, കന്നഡ ഭാഷകളിലാണ് പുതിയ യൂട്യൂബ് ചാനലുകൾ വരുന്നത്. തുടർന്ന് മലയാളം, ഗുജറാത്തി, ഒഡിയ ഭാഷകളിലും പരീക്ഷിക്കാനും വാട്സപ്പ് ചാനലുകൾ പദ്ധതിയിടുന്നുണ്ടെന്നാണ് സൂചനകൾ.